അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 4/8/2026 ഇമാം ഖത്തീബ് സംഗമം KTL ഓഡിറ്റോറിയം നെല്ലിക്കുടിയിൽ അവതരിപ്പിക്കുന്ന ദക്ഷിണ ജംഇയ്യത്തുൽ ഉലമ ഇമാം ഖത്തീബ് സംഗമം പ്രഖ്യാപിക്കുന്ന പ്രമേയങ്ങൾ. പ്രമേയം 1, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സമാധാനം ഏറ്റവും പ്രധാനമാണ്. ഒരു രാജ്യ സമൂഹത്തിൻ്റെ സമാധാനത്തിൽ പ്രധാന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാകണമെന്ന് ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. CAA, NRC, വഖഫ്, മുത്തലാഖ് നിയമങ്ങളും രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്നത് അവിതർക്കിതമാണ്. ഫാർമേഴ്സ് ആക്ട്, വിദ്യാഭ്യാസ രംഗത്തെ PM-ശ്രീ ഉൾപ്പെടെയുള്ള നവപരിഷ്കാരങ്ങളും പരീക്ഷാ ക്രമക്കേടുമെല്ലാം ഈ രാജ്യസമൂഹത്തെ പിന്നോട്ടടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ മാനവ സൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വിരുദ്ധമാകുന്ന ഇത്തരം മുഴുവൻ നീക്കങ്ങളിലും ഈ സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നമ്മുടെ പൂർവികർ ജീവത്യാഗം ചെയ്ത് കൈകോർത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തരുതെന്ന് ഭരണകർത്താക്കളോട് ഈ സമ്മേളനം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു. പ്രമേയം 2, ഏവർക്കും തൽപരമാകുന്ന മാനവികവാദങ്ങളെയും സർവമത സത്യവാദങ്ങളെയും ഉയർത്തി മുസ്ലിം സമുദായത്തെ കുഫറിലേക്കും വിരുദ്ധത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ആശയങ്ങളാണ് CH മുസ്തഫയെ പോലുള്ളവരിൽ നിന്നും പ്രകടമാകുന്നത്. അത്തരക്കാരുടെ പിഴച്ച ആശയങ്ങൾ, പ്രചരണങ്ങളെ തൊട്ട് സമുദായത്തെ ഈ സമ്മേളനം സഗൗരവം ഉണർത്തുന്നു. പ്രമേയം 3, ലോക മാനവ സമൂഹത്തിന് തന്നെ അപകടം ചെയ്യുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാനിൻ്റെ ചെറുത്തുനിൽപ്പ് പ്രശംസനീയമാണ്. എന്നാൽ ഇറാനിൻ്റെ ധീരതയെ മുൻനിർത്തി മുസ്ലിം സമുദായത്തിനിടയിൽ ഷിയഈ ബിദ്അത്തിനെ വളർത്തുവാനുള്ള ശ്രമങ്ങളെ നാം ജാഗ്രതയോടെ കാണണമെന്നും പ്രതിരോധിക്കണമെന്നും ഈ സമ്മേളനം അറിയിക്കുന്നു. പ്രമേയം 4, ജീവകാരുണ്യ പ്രവർത്തികൾ പ്രതിഫലാർഹമാണ്. ഏതൊരാളിൽ നിന്നും ഉണ്ടാകുന്നത് പ്രശംസനീയവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പോലും വളർന്നു വരുന്ന ചാരിറ്റി സംഘങ്ങളുടെ സേവന പ്രവർത്തികൾ ബിദ്അഈ സംഘടനകളുടെ പ്രചാരണായുധമായി മാറുന്ന സാഹചര്യം വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഗുരുതരമായ അപകടത്തെ നാം സമൂഹത്തെ ഉണർത്തുന്നു. പ്രമേയം 5, ത്വരീഖത്തുകൾ ആത്മസംസ്കരണത്തിൻ്റെ ഋജുവായ പാതയാണ്. മനസ്സും ശരീരവും ഒരുപോലെ സ്ഫുടം ചെയ്തുകൊണ്ട് ജഗന്നിയന്താവായ റബ്ബിലേക്കുള്ള സഞ്ചാരമാണ് അതിലുള്ളത്. എന്നാൽ പവിത്രമായ ത്വരീഖത്തുകളുടെ നാമധേയത്തിൽ പല വ്യാജന്മാരും രംഗത്തുണ്ട്. ഗൗഹരി ഷാഹ് ത്വരീഖത്ത് അതിലൊന്നാണ്. തനി കുഫറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം ത്വരീഖത്തുകളിലേക്ക് വിശ്വാസികൾ ആകൃഷ്ടരാകുന്നുണ്ട്. ഇത്തരം വ്യാജന്മാർക്കെതിരെ ഈ സമ്മേളനം വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. പശ്ചിമേഷ്യയിൽ ഒന്നാകെയും വിശിഷ്യ ഫലസ്തീനിലും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രളയ ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന പ്രയാസപ്പെട്ടു പോകുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ജനസമൂഹത്തിന് എത്രയും വേഗം നാഥനായ റബ്ബ് പരിഹാരം പ്രദാനിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ സമ്മേളനം ഈ പ്രമേയങ്ങൾ പ്രഖ്യാപനം ചെയ്യുകയാണ്.